പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഇന്നത്തെ ക്ലാസ് നെറ്റ്വർക്ക് ടോപ്പോളജീസിനെ പറ്റിയാണ്. നമുക്ക് ആദ്യം എന്താണ് ടോപ്പോളജി എന്ന് നോക്കാം. ടോപ്പോളജി എന്നാൽ ഏതു തരത്തിൽ നെറ്റ്വർക്കിനകത്ത് പലതരം കമ്പ്യൂട്ടറുകളെയും അനുബന്ധ ഉപകരണങ്ങളെയും എങ്ങനെ കണക്ട് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ്. നമുക്ക് തന്നെ അറിയാം, പലതരത്തിൽ നമുക്ക് കമ്പ്യൂട്ടറുകളെ തമ്മിൽ ബന്ധിപ്പിക്കാനാകും. അത്തരത്തിലുള്ള വിവിധ തരം കണക്ഷനുകളെ പറ്റിയാണ് ടോപ്പോളജി പ്രതിപാദിക്കുക. രണ്ടു തരത്തിൽ നെറ്റ്വർക്ക് ടോപ്പോളജിയെ നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. ഒന്ന് ഫിസിക്കലും മറ്റൊന്ന് ലോജിക്കലും. ഭൗതികപരമായ കണക്ഷനിലെ വ്യത്യസ്തതകളുടെ അടിസ്ഥാനത്തിൽ അവയെ ഫിസിക്കൽ എന്നും, ഇന്റേണലായ ലോജിക്കലായ എങ്ങനെ ഡേറ്റ കൈമാറ്റം ചെയ്യപ്പെടുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്കവയെ ലോജിക്കൽ എന്നും തരംതിരിക്കാം. പ്രധാനമായും ഈ ക്ലാസ്സിൽ നമ്മൾ ഫിസിക്കൽ ടോപ്പോളജിയെ പറ്റിയാണ് പഠിക്കുക. ഭൗതികമായി എങ്ങനെ അവ ബന്ധിപ്പിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഫിസിക്കൽ ടോപ്പോളജി പ്രതിപാദിക്കുന്നത്. ഇൻക്ലൂഡിങ് ഏതു തരത്തിലുള്ള ഡിവൈസാണ്, ഏതു സ്ഥലത്തുള്ള ഡിവൈസാണ്, എന്തു തരം രീതിയാണ് അവലംബിക്കുന്നത്, ഇതൊക്കെ ഫിസിക്കൽ ടോപ്പോളജിയുടെ പ്രതിപാദ്യ വിഷയമായി വരും. എന്നാൽ ലോജിക്കൽ ടോപ്പോളജി എങ്ങനെ ഡേറ്റ കൈമാറ്റം ചെയ്യപ്പെടുന്നു എന്നുള്ളതിനാണ് പ്രാധാന്യം നൽകുക. അത് നമ്മൾ കാണുന്നതല്ല, ഫിസിക്കൽ അല്ല, ലോജിക്കലാണ്. കാണാൻ കഴിയത്തില്ല, മനസ്സിലാക്കാൻ കഴിയുന്നത് മാത്രമേ ഉള്ളൂ. ഫിസിക്കൽ ടോപ്പോളജിയെ, പ്രധാനമായിട്ടും ലാൻഡ് ടോപ്പോളജിയെ നമുക്ക് പല തരത്തിൽ തരംതിരിക്കാൻ കഴിയും. നമ്മുടെ സിലബസ് അധികരിച്ച് പ്രധാനമായ 4 ടോപ്പോളജികളെയാണ് ഞാൻ പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുക. അതിലൊന്ന് സ്റ്റാറും ബസ്സും അല്ലെങ്കിൽ ലീനിയർ ടോപ്പോളജി, റിംഗ് അല്ലെങ്കിൽ സർക്കുലർ ടോപ്പോളജി, മെഷ് ടോപ്പോളജി. ഈ 4 ടോപ്പോളജിയുമാണ് പരിചയപ്പെടുത്തുക. സ്റ്റാർ, ബസ്, റിംഗ്, മെഷ്. ബസ് ആൻഡ് റിംഗിനെ 2 മറ്റു പേരുകളിലും അറിയപ്പെടുന്നുണ്ട്. ലീനിയർ ടോപ്പോളജി എന്നും റിംഗിനെ സർക്കുലർ ടോപ്പോളജി എന്നും വിളിക്കും. എന്താണ് ആദ്യത്തെ ബസ് ടോപ്പോളജി എന്ന് നമുക്ക് നോക്കാം. ബസ് ടോപ്പോളജി ഈ ചിത്രത്തിൽ കാണുന്നത് പോലെ പച്ച നിറത്തിലുള്ള ഒരു ലൈനൂടെ കാണാനായിട്ട് കഴിയും. ഇത് 2 ഡയറക്ഷനിലേക്കും ഡേറ്റ കൈമാറ്റം ചെയ്യപ്പെടുന്നു എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. ഇടത്തേക്കും വലത്തേക്കും ആരോ ഉണ്ട്. ഇതാണ് ഈ ടോപ്പോളജിയിലെ ബസ് എന്നറിയപ്പെടുന്ന ഭാഗം. പ്രധാനപ്പെട്ട ഡേറ്റ കൈമാറ്റം ചെയ്യാനായിട്ടുള്ള ഒരു ലൈൻ ഉണ്ട്. ആ ലൈനുകളെ നിങ്ങൾക്ക് ഈ നെറ്റ്വർക്കിന്റെ ഭാഗമാകുന്ന കമ്പ്യൂട്ടറുകളുമായി ബന്ധിപ്പിക്കാൻ കഴിയും. ഇവിടെ 5 കമ്പ്യൂട്ടറുകൾ ബന്ധിപ്പിച്ചിട്ടുണ്ട്. ഓരോ കമ്പ്യൂട്ടറുകൾക്കും ഈ പ്രധാന ബസ്സുമായിട്ട് ബന്ധിപ്പിച്ചാൽ, കണക്ട് ചെയ്താൽ നിങ്ങൾക്ക് ഡേറ്റ ട്രാൻസ്ഫർ വളരെ ലളിതമായി നിർവഹിക്കാൻ കഴിയും. നമ്മൾ സാധാരണ കാണുന്നത് പോലെ നാഷണൽ ഹൈവേ, ഒരു പ്രധാന റോഡ് കാണും. ചെറിയ റോഡുകൾ ഇതുമായിട്ട് ബന്ധിപ്പിക്കും. അപ്പോൾ നമുക്ക് ഒരു സ്ഥലത്തു നിന്നും മറ്റൊരു സ്ഥലത്തേക്കുള്ള യാത്ര സുഗമമായി തീരും എന്നതുപോലെ ബസ് ടോപ്പോളജിയിൽ നമുക്ക് കണക്ട് ചെയ്യുന്ന കമ്പ്യൂട്ടറുകൾ തമ്മിൽ ഡേറ്റ കൈമാറ്റം ചെയ്യപ്പെടാനായിട്ട് കഴിയും. അതിനുപയോഗിക്കുന്ന കോമൺ ആയിട്ടുള്ള ലൈനാണ് ഇവിടെ ബസ് എന്ന് പ്രതിപാദിക്കുക. 2 അഗ്രങ്ങളും തീർന്നു എന്നുള്ളത് നോട്ട് ചെയ്യാനായിട്ട് ടെർമിനേറ്റർ ഉപയോഗിക്കുന്നുണ്ട്. അതായത് ലൈൻ അവിടെ അവസാനിക്കുന്നു എന്നറിയാനായി. സിംഗിൾ കേബിൾ ആണ് ആ പച്ച ലൈൻ കണ്ടതുപോലെ കണക്ട്സ് ഓൾ നെറ്റ്വർക്ക് നോഡ്സ് വിത്തൗട്ട് ഇന്റർവീയിങ് കണക്ടിവിറ്റി ഡിവൈസസ്. ഇടയ്ക്ക് മറ്റൊരു ഡിവൈസസിന്റെയും സാന്നിധ്യമില്ലാതെ, ആവശ്യമില്ലാതെ നമുക്ക് 2 കമ്പ്യൂട്ടറുകളെ തമ്മിൽ ബന്ധിപ്പിക്കാനായിട്ട് കഴിയുന്നു എന്നുള്ളതാണ്.
ഡിവൈസ് ഷെയർ റെസ്പോൺസിബിലിറ്റി ഫോർ ഗെറ്റിംഗ് ഡേറ്റ ഫ്രം വൺ പോയിന്റ് ടു അനദർ. ഓരോ ഡിവൈസിന്റെയും ഉത്തരവാദിത്തമാണ് ഒരു പോയിന്റിൽ നിന്നും വേറൊരു പോയിന്റിലേക്ക് ഡേറ്റ കൈമാറ്റം ചെയ്യപ്പെടുക. അപ്പോൾ ഇതൊരു കളക്റ്റീവ് ആയിട്ടുള്ള ഉത്തരവാദിത്തമാണെന്ന് കാണാനായിട്ട് കഴിയും. ടെർമിനേറ്റർ സ്റ്റോപ്പ് സിഗ്നൽ ആഫ്റ്റർ റീച്ചിങ് എൻഡ് ഓഫ് വയർ. നമ്മൾ കണ്ടു, രണ്ട് സ്ഥലത്തും എൻഡിൽ രണ്ട് ക്യാപ്പിംഗ് ഉണ്ട്. അത് ടെർമിനേറ്റർ എന്ന് പറയുന്നു. സിഗ്നൽ സ്റ്റോപ്പ് ചെയ്യുന്നുള്ള ഇൻഡിക്കേഷൻസ് ആണ് അതിലൂടെ നിർവഹിക്കുക. ഇൻഎക്സ്പെൻസീവ് ആണ്, വളരെ ചീപ്പായിട്ട് നമുക്ക് എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ കഴിയുന്നതാണ്. നോട്ട് വെരി സ്കെയിലബിൾ. സ്കെയിലബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പ്യൂട്ടർ കൂടുന്നതനുസരിച്ച് ഇതേ ടോപ്പോളജി ഫോളോ ചെയ്യാൻ പാടായിരിക്കും. സ്കെയിലബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര കമ്പ്യൂട്ടർ എണ്ണം കൂടിക്കഴിഞ്ഞാലും വളരെ ലളിതമായി നമുക്ക് ചെയ്യാൻ കഴിയുമായിരുന്നെങ്കിൽ, നെറ്റ്വർക്ക് ചെയ്യാൻ കഴിയുമായിരുന്നെങ്കിൽ അതിനെ സ്കെയിലബിൾ എന്നും, അതിന് കഴിയാത്തത് നോട്ട് സ്കെയിലബിൾ എന്ന് പറയും. ഇവിടെ നോട്ട് വെരി സ്കെയിലബിൾ എന്ന് പറഞ്ഞുള്ളൂ. സ്കെയിലബിലിറ്റി പറ്റുന്നുണ്ട്, പക്ഷേ അതിനൊരു ലിമിറ്റ് ഉണ്ട് എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഡിഫിക്കൽട്ട് ടു ട്രബിൾ ഷൂട്ട്, നോട്ട് ഫോൾട്ട് ടോളറന്റ്. ഡിഫിക്കൽട്ട് ടു ട്രബിൾ ഷൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെറ്റുകൾ കണ്ടുപിടിക്കാനായിട്ട് ഒരു എറർ വന്നാൽ, ഒരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടുണ്ടാകുന്നു എന്നുള്ളതാണ്. പക്ഷെ ഫോൾട്ട് ടോളറന്റ് അല്ല എന്നുള്ളതാണ്. എളുപ്പത്തിൽ ഫോൾട്ട് ഉണ്ടാകാനായിട്ടുള്ള സാഹചര്യം ഉണ്ടാകും എന്നുള്ളതാണ്. എന്താണ് ഇവയുടെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും എന്ന് നോക്കാം. അഡ്വാൻറ്റേജസ് ആയിട്ട് പറയുന്നത് ചെറിയ നെറ്റ്വർക്കുകൾ വളരെ ഫലപ്രദമായി നമുക്ക് ഉപയോഗിക്കാനായിട്ട് കഴിയും. ചിലവ് വളരെ കുറവാണ് ഇംപ്ലിമെന്റ് ചെയ്യാൻ. എളുപ്പത്തിൽ നമുക്ക് നോഡ് കൂട്ടിച്ചേർക്കാനായിട്ടും കഴിയും. പുതിയ കമ്പ്യൂട്ടറുകൾ എളുപ്പത്തിൽ കൂട്ടിച്ചേർക്കാനായിട്ട് കഴിയും. ഡിസഡ്വാൻറ്റേജസ് ആയിട്ട് കാണുന്നത് ഇത് മാനേജ് ചെയ്യാനായിട്ടുള്ള കോസ്റ്റ് അല്പം കൂടുതലാണ് എന്നുള്ളതാണ്. പൊട്ടൻഷ്യൽ ഫോർ കൺജഷൻ വിത്ത് നെറ്റ്വർക്ക് ട്രാഫിക്. നോഡുകളുടെ എണ്ണം കൂടുന്നതിനനുസരിച്ച് ഈ ഒറ്റ ബസ്സല്ലേ ഉള്ളൂ. ആലോചിച്ച് നോക്കിയേ, ഒരു നാഷണൽ ഹൈവേയിലൂടെ ബസ്സുകളുടെ എണ്ണം കുറവാണെങ്കിൽ കൺജഷൻ ഉണ്ടാകും അല്ലെ. പൊട്ടൻഷ്യൽ ഫോർ കൺജഷൻ വിത്ത് നെറ്റ്വർക്ക് ട്രാഫിക്. ബസ്സുകളുടെ എണ്ണം കൂടുന്നതിനനുസരിച്ച് റോഡിൽ ട്രാഫിക് കൂടും എന്ന് പറയുന്നത് പോലെ കമ്പ്യൂട്ടറിൽ കണക്ട് ചെയ്തിരിക്കുന്ന കമ്പ്യൂട്ടറിൽ എണ്ണം കൂടുമ്പോൾ ഈ ബസ്സിലൂടെയുള്ള ട്രാഫിക് കൂടും എന്നുള്ളതാണ് അടുത്തൊരു പ്രശ്നം. അപ്പോൾ ഒരു ബസ് ഉപയോഗിച്ച് തന്നെ നമുക്ക് 10 കമ്പ്യൂട്ടർ കണക്ട് ചെയ്യാൻ 100 ഉണ്ടെങ്കിലും മാനേജ് ചെയ്യേണ്ടി വരുന്നു. അതുകൊണ്ടാണ് ആ ഒരു പ്രശ്നം ഇവിടെ നോട്ട് ചെയ്തിരിക്കുന്നതെന്ന് കാണാനായിട്ട് കഴിയും. അടുത്തതായി നമുക്ക് റിംഗ് ടോപ്പോളജി എന്തെന്ന് നോക്കാം. നേരത്തെ സ്ഥലത്ത് ഒരു കോമൺ ബസ് ഉണ്ടായിരുന്നുവെങ്കിൽ റിംഗ് ടോപ്പോളജിക്കകത്ത് റിംഗിന്റെ ഫാഷനിലാണ് കമ്പ്യൂട്ടറുകളെ ബന്ധിപ്പിച്ചിരിക്കുക എന്ന് കാണാനായിട്ട് കഴിയും. ഇവിടെ 5 കമ്പ്യൂട്ടറുകൾ പഴയതുപോലെയുണ്ട്, പക്ഷേ അവയ്ക്കിടയിലൂടെ ഒരു കേബിളിംഗ് മാത്രമേ നടത്തിയിട്ടുള്ളൂ എന്ന് കാണാനായിട്ട് കഴിയും. എന്താണ് റിംഗ് ടോപ്പോളജി എന്ന് പറഞ്ഞാൽ ഈച്ച് നോഡ് ഈസ് കണക്റ്റഡ് ടു നിയറസ്റ്റ് നോഡ്സ് സോ ദാറ്റ് എൻറ്റയർ നെറ്റ്വർക്ക് ഫോംസ് എ സർക്കിൾ. ഏത് നോഡ് നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ആ നോഡിന് 2 ബന്ധങ്ങൾ ഉണ്ടായിരിക്കും. നേരത്തെ ടോപ്പോളജിയിൽ ബസ്സുമായിട്ടുള്ള ഒറ്റ ലൈനേ ഉണ്ടായിരുന്നുള്ളൂ. ഇവിടെ ഓരോ നോഡുകൾക്കും ഇടതുവശത്തെ കമ്പ്യൂട്ടറും വലതുവശത്തെ കമ്പ്യൂട്ടറുമായിട്ടുള്ള ഒരു ബന്ധം ഉണ്ടായിരിക്കും. വൺ മെത്തേഡ് ഫോർ പാസിംഗ് ഡേറ്റ ഓൺ റിംഗ് നെറ്റ്വർക്ക് ഈസ് ടോക്കൺ പാസിംഗ്. ഇവിടെ ഒരു പ്രശ്നമുണ്ട്. അതായത് ഒരു കമ്പ്യൂട്ടറിൽ നിന്ന് വേറൊരു കമ്പ്യൂട്ടറിലേക്ക് ഡേറ്റ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ എല്ലാവരും കൂടെ ഒരുമിച്ച് ഡേറ്റ ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞാൽ ഏത് ഡേറ്റ എന്താണെന്നുള്ളതിന് കൺഫ്യൂഷൻ ഉണ്ടാകും. അപ്പോൾ ഒരു പ്രാവശ്യം ഒരാൾക്ക് ഡേറ്റ പാസ് ചെയ്യാനായിട്ട് സമ്മതം കൊടുക്കുന്നു, അതിനൊരു ടോക്കൺ ഉപയോഗിക്കും. ആ ടോക്കൺ കയ്യിലുള്ള ആളിന് ഡേറ്റ കൈമാറ്റം ചെയ്യപ്പെടാനായിട്ട് കഴിയും. നമ്മൾ പാസിംഗ് ദ പാഴ്സലൊക്കെ കളിക്കുന്നത് പോലെ. ടോക്കൺ എന്ന് പറയുന്ന ഒരു ബിറ്റ് ആണെന്ന് വിചാരിച്ചുകൊള്ളുക. ഒരു നോഡിന് ഒരു ടോക്കൺ കൊടുക്കുന്നു. ആ ടോക്കൺ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോഴും ഡേറ്റ ട്രാൻസ്ഫർ ചെയ്യാൻ കഴിയും എന്നർത്ഥം. ഇതൊരു ആക്റ്റീവായിട്ടുള്ള ടോപ്പോളജി ആയിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയും. ഓരോ വർക്ക് സ്റ്റേഷനും ഡേറ്റ ട്രാൻസ്മിറ്റ് ചെയ്തേ പറ്റത്തുള്ളൂ. നേരത്തെ നെറ്റ്വർക്കിനകത്ത് എല്ലാ വർക്ക് സ്റ്റേഷനും ഡേറ്റ ട്രാൻസ്ഫർ ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. പക്ഷെ ഇവിടെ ഡേറ്റ എല്ലാ വർക്ക് സ്റ്റേഷനും ട്രാൻസ്മിറ്റ് ചെയ്തിരിക്കണം. ആരെങ്കിലും ഒരാൾ ട്രാൻസ്മിറ്റ് ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ ഈ റിംഗ് പൂർത്തിയാകത്തില്ല. ഇതിനിടയിൽ ബ്രേക്കേജ് ഉണ്ടാവും, ഡേറ്റ ട്രാൻസ്ഫറിങ് നടക്കാതെ വരും എന്ന് കാണാനായിട്ട് കഴിയും. എന്താണ് ഇവയുടെ അഡ്വാൻറ്റേജ് എന്ന് നോക്കിക്കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ നമുക്ക് മാനേജ് ചെയ്യാനായിട്ട് കഴിയും. എളുപ്പത്തിൽ നമുക്ക് പ്രശ്നമുള്ള നോഡിനെ കണ്ടുപിടിക്കാനും കേബിളിലെ പ്രശ്നങ്ങൾ ലൊക്കേറ്റ് ചെയ്യാനും ഒക്കെ കഴിയും എന്നുള്ളതാണ്. അതായത് ഒരു നോഡ് ഫാൾട്ടി ആണെങ്കിൽ അതുവരെ എത്തുമ്പോൾ ഡേറ്റ പിന്നെ അങ്ങോട്ട് അടുത്ത നോഡിലേക്ക് പോകത്തില്ല. അപ്പോൾ ഒരു നോഡിൽ നിന്നും അടുത്ത നോഡിലേക്ക് ഡേറ്റ പോയില്ലെങ്കിൽ അതിനിടയിലുള്ള കേബിളോ ആ കമ്പ്യൂട്ടറോ ആണ് പ്രശ്നക്കാരെന്ന് മനസ്സിലാക്കാനായിട്ട്. അങ്ങനെ എളുപ്പത്തിൽ നമുക്ക് പ്രശ്നങ്ങൾ കണ്ടുപിടിക്കാനും ദൂരീകരിക്കാനും കഴിയും എന്നുള്ളത്. വെൽ സ്യൂട്ടഡ് ഫോർ ട്രാൻസ്മിറ്റിംഗ് സിഗ്നൽ ഓവർ ലോങ് ഡിസ്റ്റൻസ്. വളരെ
വിദൂരതയിലേക്ക് സിഗ്നൽസ് ദൂരങ്ങളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യേണ്ട കൂടുതൽ ദൂരങ്ങളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന സാഹചര്യത്തിൽ റിംഗ് ടോപ്പോളജി കൂടുതൽ ഫലപ്രദമാണ്. ഹാൻഡിൽസ് ഹൈ വോളിയം ഓഫ് നെറ്റ്വർക്ക് ട്രാഫിക്. നെറ്റ്വർക്ക് ട്രാഫിക് ഹാൻഡിൽ ചെയ്യാനായിട്ട് ഹൈ വോളിയം നെറ്റ്വർക്ക് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് കഴിയും. നേരത്തെ എല്ലാ കമ്പ്യൂട്ടറിലുമുള്ള ഡേറ്റ ഒരു കോമൺ ബസ്സിൽ വരും. ആ കോമൺ ബസ്സാണ് ഇതിനെല്ലാം ക്യാരി ചെയ്യുന്നത്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഓരോ കമ്പ്യൂട്ടർ, ഒരു കമ്പ്യൂട്ടറിന് ഇടത്തെ കമ്പ്യൂട്ടറും വലത്തെ കമ്പ്യൂട്ടറുമായിട്ട് ഡയറക്റ്റ് ബന്ധമുണ്ട്. അതായത് ഒരു കമ്പ്യൂട്ടറിന് വേറെ ഡയറക്റ്റ് ആയിട്ട് ഒരു കമ്പ്യൂട്ടറുമായിട്ട് ബന്ധമുള്ള ആ ലൈനിലൂടെ ഒരു ഡേറ്റയെ ട്രാൻസ്ഫർ ചെയ്യേണ്ട കാര്യം വരുള്ള ഒരു സമയം. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഹ്യൂജ് വോളിയം ഓഫ് നെറ്റ്വർക്ക് ട്രാഫിക്കിനെ ഹാൻഡിൽ ചെയ്യാനായിട്ട് കഴിയുന്നു എന്നുള്ളതാണ്. ഇത് റിംഗ് ടോപ്പോളജി വളരെ റിലയബിൾ ആണ്, നമുക്ക് ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റുന്നതാണ്. പ്രശ്നങ്ങൾ വളരെ കുറഞ്ഞ ഒരു തരമാണെന്ന് നമുക്ക് കണക്കാക്കാനായിട്ട് കഴിയും. എന്താണ് ഇവയുടെ ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവ ബസ്സിനേക്കാളും കുറച്ചുകൂടെ എക്സ്പെൻസീവ് ആണ്. കൂടുതൽ കേബിളിംഗ് വേണ്ടി വരുന്നു. നെറ്റ്വർക്ക് എക്യുപ്മെന്റും നമുക്ക് തുടക്കത്തിൽ അനിവാര്യമായി വരുന്നു. അതായത് ഇത് ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട്, നെറ്റ്വർക്ക് എസ്റ്റാബ്ലിഷ് ചെയ്യാനായിട്ടുള്ള ചെലവ് കൂടുതലാണെന്ന് കാണാനായിട്ട് കഴിയും. നോട്ട് യൂസ്ഡ് ആസ് വൈഡ്ലി ആസ് ബസ് ടോപ്പോളജി. ബസ് ടോപ്പോളജിയെ പോലെ അത്ര ഉപയോഗിക്കാറില്ല, പോപ്പുലറായിട്ട് ഉപയോഗിക്കാറില്ല എന്നുള്ളതാണ്. ഫ്യൂവർ, വളരെ കുറച്ച് അത് ഉപയോഗിക്കാത്തതിന് കാരണം ഒന്ന് ഫ്യൂവർ എക്യുപ്മെന്റ് ഓപ്ഷൻസ് ആണ്. വളരെ കുറഞ്ഞ എണ്ണം എക്യുപ്മെന്റുകൾ മാത്രമേ ഉള്ളൂ റിംഗ് ടോപ്പോളജി സപ്പോർട്ട് ചെയ്യുന്നവ. ഫ്യൂവർ ഓപ്ഷൻസ് ഫോർ എക്സ്പാൻഷൻ ടു ഹൈ സ്പീഡ് കമ്മ്യൂണിക്കേഷൻ. അതായത് നമുക്ക് നെറ്റ്വർക്കിന്റെ സ്പീഡ് കൂട്ടണം, ഹൈ സ്പീഡ് ആക്കണമെങ്കിൽ ഇവിടെയുള്ള റിംഗ് ടോപ്പോളജിയിൽ ഓപ്ഷൻസ് കുറവാണ്. കേബിള് ആണെങ്കിലും ഡിവൈസ് ആണെങ്കിലും നമ്മൾ മാറ്റി പ്രതിഷ്ഠിക്കേണ്ടതായി വരും എന്നുള്ളതാണ്. അതിനുള്ള ചെലവ് നോക്കിക്കഴിയുമ്പോഴും നഷ്ടമാണെന്ന് കാണാനായിട്ട് കഴിയും. അടുത്ത നെറ്റ്വർക്കാണ് സ്റ്റാർ ടോപ്പോളജി. സ്റ്റാർ ടോപ്പോളജിയിൽ ഒരു മിഡിൽ ഒരു കമ്പ്യൂട്ടറും ഒരു ഡിവൈസും അവയെ സ്റ്റാർ രൂപത്തിൽ കണക്ട് ചെയ്തിരിക്കുന്നു. അതായത് എല്ലാ കമ്പ്യൂട്ടറും നടുവിലുള്ള ഒരു കമ്പ്യൂട്ടർ ഡിവൈസുമായി ബന്ധിപ്പിച്ചിരിക്കുന്നു എന്ന് കാണാനായിട്ട് കഴിയും. എന്താണ് ഇവയുടെ പ്രത്യേകതകളെന്ന് നോക്കാം. എവരി നോഡ് ഓൺ ദി നെറ്റ്വർക്ക് ഈസ് കണക്റ്റഡ് ത്രൂ എ സെൻട്രൽ ഡിവൈസ്. നടുക്കൊരു ഡിവൈസ് ഉണ്ട്. ആ ഡിവൈസിലൂടെ മാത്രമേ നമുക്ക് നെറ്റ്വർക്കിന്റെ ഭാഗമായി തീരാൻ കഴിയുള്ളൂ. ഏത് കമ്പ്യൂട്ടറിൽ നെറ്റ്വർക്കിൽ കൂട്ടിച്ചേർക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഈ നടുക്കുള്ള കണക്റ്റിംഗ് ഡിവൈസിൽ കണക്ട് ചെയ്യണം എന്നുള്ളതാണ്. എനി സിംഗിൾ കേബിൾ കണക്ട്സ് ഓൺലി 2 ഡിവൈസ്. ഏതൊരു കേബിളിനെ എടുത്തു കഴിഞ്ഞാൽ 2 ഡിവൈസ് കണക്ട് ചെയ്തിരിക്കും. ഒരറ്റത്ത് കമ്പ്യൂട്ടർ ആയിരിക്കും, മറ്റേ അറ്റത്ത് സെൻട്രൽ ഡിവൈസ് ആയിരിക്കും. കേബിളിംഗ് പ്രോബ്ലംസ് അവർ 2 നോട്ട്സ് അറ്റ് മോസ്റ്റ്. സാധാരണ ഒരു കേബിൾ മാറേണ്ടതെന്ന് പറഞ്ഞാൽ ഒറ്റ കേബിൾ, ഏതെങ്കിലും 2 നോഡിനിടയിലുള്ള കേബിൾ ഉള്ള പ്രശ്നം പരിഹരിച്ചാൽ മാത്രം മതിയായിരിക്കും. റിക്വയർസ് മോർ കേബിളിംഗ് ദാൻ റിംഗ് ഓർ ബസ് നെറ്റ്വർക്ക്. അതാണ് ഒരു പ്രശ്നമായിട്ട് കാണുന്നത്. കൂടുതൽ കേബിളിംഗ് വേണ്ടി വരുന്നു എന്ന് കാണാനായിട്ട് കഴിയും മറ്റ് 2 ടോപ്പോളജിയുമായി ബന്ധിപ്പിച്ച് ചിന്തിക്കുമ്പോൾ. മോർ ഫോൾട്ട് ടോളറൻസ് ഉള്ളതാണ്. ഈസിലി മൂവ്, ഐസൊലേറ്റഡ് ആൻഡ് ഇന്റർ കണക്റ്റഡ് വിത്ത് അതർ നെറ്റ്വർക്ക്. വളരെ എളുപ്പത്തിൽ നമുക്ക് മറ്റു നെറ്റ്വർക്കുകളുമായും കണക്ട് ചെയ്യാനായിട്ട് കഴിയും. ഒരു നോഡിനെ എളുപ്പത്തിൽ നമുക്ക് മാറ്റാൻ കഴിയും, മറ്റൊരു കോൺഫിഗറേഷനും മാറ്റാതെ തന്നെ. കാരണം എല്ലാം ബന്ധിപ്പിച്ചിരിക്കുന്നത് നടുക്കുള്ള ഒരാളുമായിട്ട് മാത്രമേ ലയബിലിറ്റി ഉള്ളൂ. ഡേറ്റ ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ അത് സെൻട്രൽ ഡിവൈസിന് കൊടുക്കുന്നു. സെൻട്രൽ ഡിവൈസിൽ നിന്ന് നേരിട്ട് ആ ഡിവൈസിലെത്തുന്നു. അതായത് ഒരു കമ്പ്യൂട്ടറിന് വേറൊരു കമ്പ്യൂട്ടറിലേക്ക് ഡേറ്റ കൈമാറ്റം ചെയ്യപ്പെടണമെങ്കിൽ 2 ട്രാൻസ്ഫറിൽ സാധ്യതമായി തീരും. അതായത് നടുക്കിലുള്ള കമ്പ്യൂട്ടറിലേക്ക് കൊടുക്കുക, ആ കമ്പ്യൂട്ടറിൽ നിന്നിട്ട് ഏത് കമ്പ്യൂട്ടറിലേക്കാണോ എത്തിക്കേണ്ടത് അവിടത്തേക്ക് എത്തുക. 2 ട്രാൻസ്ഫറിൽ ഇത്. അതുകൊണ്ട് എളുപ്പത്തിൽ നമുക്ക് ഡേറ്റ മൂവ് ചെയ്യാനായിട്ട് കഴിയുമെന്നുള്ളതാണ്. സ്കെയിലബിലിറ്റി ഉണ്ടെന്നുള്ളതാണ്. കൂടുതൽ ഡിവൈസിന് നമുക്ക് എളുപ്പത്തിൽ കൂട്ടിച്ചേർക്കാനായിട്ട് കഴിയും. പക്ഷെ ഇതിന്റെ ഒരു അപര്യാപ്തമായിട്ട് കാണുന്നത് മാക്സിമം 1024 ഡിവൈസിനെ മാത്രമേ ഒരു സെൻട്രൽ നോഡിന് കണക്ട് ചെയ്യാനായിട്ട് കഴിയുള്ളൂ എന്നുള്ളത് കാണാനായിട്ട് കഴിയും. അത് ലോജിക്കലായിട്ടുള്ള ലിമിറ്റേഷൻ ആയിട്ട് കാണാൻ നമുക്ക് കഴിയണം. എന്താണ് ഇവയുടെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ, ഗുഡ് ഓപ്ഷൻ ഫോർ മോഡേൺ നെറ്റ്വർക്കിൽ നമ്മൾ ഉപയോഗിക്കുന്നതാണ് സ്റ്റാർ ടോപ്പോളജി. സ്റ്റാർട്ടപ്പ് കോസ്റ്റ് കുറവാണ്, മാനേജ് ചെയ്യാനും എളുപ്പമാണ്. എളുപ്പത്തിൽ നമുക്ക് നോഡുകൾ കൂട്ടിച്ചേർക്കാനും നെറ്റ്വർക്കിന്റെ വലിപ്പം കൂട്ടാൻ കഴിയും, കുറയ്ക്കാൻ കഴിയും എന്നുള്ളതാണ്. മോസ്റ്റ് പോപ്പുലർ ടോപ്പോളജി ഇൻ യൂസ്. നമ്മൾ ഉപയോഗിക്കുന്നതിൽ ഏറ്റവും പോപ്പുലർ ആണ് സ്റ്റാർ ടോപ്പോളജി.
ഒരു നേട്ടവും കൂടെ ഉള്ളത് ഇതിനകത്ത് വളരെ വെറൈറ്റി ആയിട്ടുള്ള എക്യുപ്മെന്റ്സും സ്റ്റാർ ടോപ്പോളജിയിൽ അവൈലബിൾ ആണ്. നമുക്ക് തന്നെ അറിയാം, ഒത്തിരി എക്യുപ്മെന്റ് ഉണ്ടെങ്കിൽ ഒത്തിരി ആപ്പുള്ള ആൻഡ്രോയിഡ് നമ്മൾ ഫോൺ ഉപയോഗിക്കുന്നു. അതുപോലെ തന്നെ ഒത്തിരി എക്യുപ്മെന്റ് സപ്പോർട്ടുള്ള ഒരു ഡിവൈസ് ആണെങ്കിൽ, ഒരു ടോപ്പോളജി ആണെങ്കിൽ സ്വാഭാവികമായിട്ടും അത് പോപ്പുലർ ആകാനായിട്ടുള്ള ചാൻസും കൂടുതലായിട്ട് കാണാനായിട്ട്. എന്താണ് അവയുടെ ഡിസഡ്വാൻറ്റേജ് നോക്കാം. പ്രധാനമായിട്ടും ഇവിടെ ഒരു സിംഗിൾ പോയിന്റ് ഓഫ് ഫെയിലിയർ ഉണ്ടാകുന്നു. അതായത് മിഡിലെ കമ്പ്യൂട്ടറിന് എന്തെങ്കിലും പറ്റിയാൽ ഡേറ്റ ട്രാൻസ്ഫർ ഉണ്ടാകില്ല എന്നുള്ളതാണ്. അതൊരു പോരായ്മയായിട്ട് കാണാം. കൂടുതൽ കേബിളിംഗ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ വേണ്ടി വരുന്നു എന്നുള്ളതാണ് ഇതിന്റെ ഡിസഡ്വാൻറ്റേജ് ആയിട്ട് കാണാനായിട്ട് കഴിയും. ലാസ്റ്റ് ടോപ്പോളജിയാണ് മെഷ് ടോപ്പോളജി. നേരത്തെ ഒക്കെ കണ്ടതിൽ നിന്ന് വ്യത്യസ്തമായി ഒരു നോഡിന് മറ്റു ഒന്നിലധികം നോഡുമായിട്ട് ബന്ധിപ്പിക്കാനായിട്ട് കഴിയും. ഇവിടെ നോക്കുക, ഈ കമ്പ്യൂട്ടർ 1, 2, 3, 4 ലൈനുകളുമായി ബന്ധിച്ചിരിക്കുന്നു. അതായത് ഒരു കമ്പ്യൂട്ടറിൽ നിന്ന് 4 കമ്പ്യൂട്ടറിനെ കണക്ട് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ്. The type of network topology in which some of the nodes of the network are connected to more than one other node in a network with a point-to-point. എല്ലാം ഡയറക്റ്റ് ലിങ്ക് തന്നെയാണ്. പക്ഷെ നേരത്തെ കണ്ട ഒന്നിലും നമുക്ക് നേരത്തെ തൊട്ടുമുമ്പ് കണ്ട സ്റ്റാറിൽ സെൻട്രൽ കമ്പ്യൂട്ടർ മാത്രം എല്ലാ കമ്പ്യൂട്ടറിനെയും ബന്ധിപ്പിക്കുമായിരുന്നു. പക്ഷെ ഇവിടെ അങ്ങനെയല്ല, ഏത് നോഡിനും ഒന്നിലധികം നോഡുകളുമായി ബന്ധം സ്ഥാപിച്ചെടുക്കാനായിട്ട് കഴിയും. ഇത് ലോങ് ഡിസ്റ്റൻസ് നെറ്റ്വർക്കിങ്ങിന് ഫലപ്രദമാണെന്നാണ് പറയുന്നത്. Communication is possible between any two nodes on the network, either directly or passing through. രണ്ടു തരത്തിലും കമ്മ്യൂണിക്കേഷൻ എളുപ്പമായി തീരും രണ്ട് നോഡുകൾ തമ്മിൽ. ഒന്നുകിൽ അവയ്ക്ക് നേരിട്ട് ബന്ധം സ്ഥാപിക്കാൻ പറ്റും, അല്ലെങ്കിൽ ഏതെങ്കിലും നോഡുമായിട്ടും എളുപ്പത്തിൽ ബന്ധം സ്ഥാപിച്ചെടുക്കാനായിട്ട് കഴിയും എന്നുള്ളതാണ് ഇവയുടെ പ്രത്യേകതകൾ. ഈ ടോപ്പോളജികൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. അതിന്റെ പ്രത്യേകതകൾ നിങ്ങൾ മനസ്സിലാക്കി കാണും, വ്യത്യസ്തതകൾ അറിഞ്ഞു കാണും. പരീക്ഷയ്ക്ക് SIക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ചോദ്യമാണ്. ചിലപ്പോൾ ചെറിയ ചോദ്യങ്ങളായി ഏതെങ്കിലും ടോപ്പോളജി ചോദിക്കാനും ചാൻസ് ഉണ്ട്. എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ഇമെയിൽ അറിയാം. ഇമെയിൽ ചെയ്യാനായിട്ട് ശ്രമിക്കുക. താങ്ക് യു സോ മച്ച്.